ഒരു വർഷത്തിലധികമായി ഫ്രാൻസിലെ ജയിലിൽ അകപ്പെട്ട എറണാകുളം കുമ്പള സ്വദേശികളെ പുറത്തു കൊണ്ടുവരാൻ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്ത്. ഇരുവരും ഓടിച്ചിരുന്ന ട്രക്കിൽ നിന്ന് 143 കോടിയുടെ കൊക്കൈൻ കണ്ടെത്തിയ കേസിലാണ് കുമ്പളങ്ങി സ്വദേശികളായ ഷാജിയും ഡിസ്നിയും ജയിലിലായത്. ഡ്രൈവർമാർ മാത്രമായ 2 പേർക്കും സീൽ ചെയ്ത വാഹനത്തിനകത്തെ ലഹരി വസ്തുക്കളെക്കുറിച്ച് അറിവില്ലായിരുന്നു എന്ന് കുടുംബം പറയുന്നു. ഇരുവരും അറസ്റ്റിലായതിനു പിന്നാലെ ജോലി ചെയ്തിരുന്ന സ്ലോവാക്യയിലെ സ്ഥാപന ഉടമ രാജ്യം വിടുകയും ചെയ്തു. കുമ്പളങ്ങി സ്വദേശികളായ ഷാജിയും ഡിസ്നിയും കഴിഞ്ഞ 1 വർഷവും 2 മാസവുമായി ഫ്രാൻസിലെ ജയിലിലാണ്. അവർ സ്ലോവാക്യയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ട്രക്ക് ഓടിച്ചു പോകുന്നതിനിടയിൽ അവർ ട്രക്ക് കസ്റ്റംസ് പരിശോധിക്കുന്നു. 140-ലധികം കിലോ വരുന്ന കൊക്കൈൻ കണ്ടെത്തുകയും ചെയ്യുന്നു. പക്ഷേ ഈ കേസിൽ തങ്ങളുടെ ഭർത്താക്കന്മാർ നിരപരാധികളാണെന്നും ഈ ട്രക്കിനകത്ത് എന്തായിരുന്നു എന്നത് അവർക്കറിയില്ല എന്നതുമാണ് അവരുടെ കുടുംബം പറയുന്നത്. എങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത് ഇത് സംഭവത്തെക്കുറിച്ച്? ഞങ്ങൾ അറിയണത് ഇതേപോലെ ഇവിടെ 2 ദിവസമായിട്ട് വിളിച്ചിട്ട് ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റാണ്ടായില്ലായിരുന്നു. അത് കഴിഞ്ഞ് MP വഴിയായിട്ട് നമ്മൾ ഇവരെ കാണാനില്ലെന്നും പറഞ്ഞിട്ടുള്ള ഇത് കൊടുത്തായിരുന്നു. അങ്ങനെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് കൊടുത്ത ശേഷമാണ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ 2 ഇന്ത്യൻസ് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞ് ജയിലിൽ ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അറിഞ്ഞത്. വിളിച്ചപ്പോൾ ആദ്യം തന്നെ കരഞ്ഞിട്ടാണ് സംസാരിച്ചത്. നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യത്തിനാണ്. ഒന്നാമത്തെ ഭാഷ അറിയാൻ പാടില്ല. അങ്ങനെ നമുക്ക് സഹായിക്കാനായിട്ട് അവിടെ ആരുമില്ല. അപ്പം അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഡോസ് കോഡൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം നോക്കിയിട്ട് വണ്ടി രണ്ടാമത് എടുപ്പിച്ചിട്ട് അവിടെ ആടിക്കൊണ്ടേ ഇതിൻ്റെ ഉള്ളിലെ കാർഗോൻ്റെ ലോഡിൽ നിന്ന് ഓരോ സാധനങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും മുമ്പിലായിട്ട് 5 ബ്രക്കേഴ്സിൽ ഇതിൻ്റെ ഉള്ളിൽ മയക്കുമരുന്ന് പിടിക്കണേ. കൊക്കൈൻ 147 കിലോ എന്തോ ഉണ്ടായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. എന്താണ് ഈ വാഹനത്തിനകത്തുണ്ടായിരുന്നെന്ന് അറിയില്ല തുടങ്ങിയ കാര്യങ്ങളല്ലേ ആ വോയിസിൽ പറയുന്നല്ലേ? അതെ, വാഹനം ലോഡ് ചെയ്ത സീൽ ചെയ്ത ശേഷമാണ് ഇവർക്ക് വാഹനം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പോലും അവർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ പോലീസ് പിടിച്ച സമയത്ത് അവരോട് തുറക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് ഓൾറെഡി അത് സീൽഡാണ്. അപ്പോൾ അത് തുറക്കാനുള്ള സാധനങ്ങളും അവരുടെ അടുത്ത് ഇല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ പോലീസ് അത് കൊണ്ടുപോയിട്ട് അവർ തന്നെയാണ് അത് തുറന്നതെന്നാണ് നമ്മളോട് പറഞ്ഞത്. ജോലിക്ക് കയറി ആദ്യ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. അതെ, ആദ്യത്തെ ദിവസമാണ്. ഡിസ്നിനായിട്ട് വർഷങ്ങളായിട്ട് പരിചയമാണ്. അപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ 2 പേരും കൂടി ഒരുമിച്ചാകുമ്പോഴേക്കും കൂടുതലും അതാകുമ്പോൾ കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ കയറി ഒരു 2-3 മണിക്കൂറാകെ വണ്ടി ഓടിച്ചിട്ടുള്ളൂ. അപ്പോഴാണ് ഫ്രാൻസിൽ ബോർഡറിൽ വെച്ചിട്ട് പോലീസ് കൈ കാണിച്ച് അത് കസ്റ്റംസ് ആണെന്ന് പിന്നെയാണ് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ നിങ്ങളൊരു പരാതി സുരേഷ് ഗോപിക്ക് കൊടുത്തു. അതിലെന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്? എന്താണ് അവിടെ നിന്ന് മറുപടി ലഭിക്കുന്നത്? നമ്മളിപ്പോൾ മെയിൽ അയച്ചതിനുള്ളിൽ നമുക്ക് അവിടെ ഒരു അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്, ഡൽഹിയിലോട്ട് അയച്ചിട്ടുള്ളതെന്നും പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചിത് വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എത്രയും വേഗം അവരിങ്ങനെ നാട്ടിലോട്ട് എത്തിക്കണം. ഇങ്ങനെ ഏത് രീതിയിലാണെങ്കിലും ഇക്കാര്യത്തിൽ അവർ നിരപരാധികളാണ്. അത് തെളിയിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം തേടുകയാണ് കുമ്പളങ്ങി സ്വദേശികളായ ഈ 2 പേരും. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്.